ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു പ്ലീറ്റഡ് നൈറ്റിയാണ്. ഇത് കട്ടിങ് വീഡിയോ മാത്രമാണ്. ഇതും എല്ലാത്തിനും ഇടുന്നത് പോലെ നാലായി തന്നെ മടക്കിടണം. തുണിയെ നാലായി തന്നെ മടക്കിടണം. ആദ്യം നെക്ക് നമുക്ക് അടയാളപ്പെടുത്താം. 2.5 നെക്ക് വിഡ്ത്ത്, 3 നെക്ക് ലെങ്ത്, ബാക്ക് നെക്കിൻ്റെ ഇറക്കം, പിന്നെ 5.5 ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം. ഇത് ഏകദേശം എല്ലാവർക്കും കോമൺ ആയിട്ട് തന്നെ എടുത്താൽ മതി. ഫുൾ ലെങ്ത്, ആ നൈറ്റി തുണിയുടെ ഫുൾ ലെങ്ത് നമുക്ക് എടുക്കണം കേട്ടോ. കസ്റ്റമൈസ് ചെയ്യുന്ന നൈറ്റിക്കാണെങ്കിൽ അവർ പറയുന്ന അളവനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇനി ഷോൾഡറാണ്. ഷോൾഡർ 7 ഇഞ്ച്. അതിന് മുന്നേ നമുക്ക് യോക്ക് പാർട്ട്, അതായത് 10.5 അടയാളപ്പെടുത്തി ഒരു സ്ട്രെയിറ്റ് ഒരു വര വരയ്ക്കണം. ഇത് 2 സെറ്റായിട്ടാണ്. പ്ലീറ്റഡ് ആയതുകൊണ്ട് യോക്ക് പാർട്ടും സ്കേർട്ട് പാർട്ടും രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. യോക്ക് പാർട്ട് നമ്മൾ ഇതിനനുസരിച്ച് വെട്ടിയെടുത്തിട്ട് ബാക്കി നമ്മൾ പ്ലീറ്റ് ഇട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി താഴോട്ട് ആം ഹോൾ ലെങ്താണ്. ആം ഹോൾ ലെങ്ത് 7. അവിടെ നിന്ന് 1 അടയാളപ്പെടുത്തി ഇതുപോലെ പകുതി എടുത്ത് ഒരു കർവ് ഷേപ്പ് വരയ്ക്കുക. ഇനി അവിടെ നിന്ന് 2 ഇഞ്ച്, ഇവിടെ നിന്ന് 2 ഇഞ്ച് താഴോട്ട് ഇതുപോലെ 2 ഇഞ്ചിൻ്റെ ഒരു ബോക്സ് വരച്ച് അവിടെ കർവ് ഷേപ്പ് അടയാളപ്പെടുത്തണം. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ സ്ലീവ് അറ്റാച്ച് ചെയ്യാനാണ്. ഇനി അവിടെ നിന്നൊരു 5.5 അടയാളപ്പെടുത്തണം. എന്നിട്ട് ആം ഹോൾ വരച്ച ആ കർവിൽ നിന്നും 5.5-ലോട്ടൊരു വര വരയ്ക്കണം. എന്നിട്ട് നമ്മൾ 10.5 അടയാളപ്പെടുത്തിയില്ലേ, അവിടുത്തെ ആ പോയിന്റിൽ നിന്നും ആ ആം ഹോൾ കർവിലോട്ട് ഒരു കർവ് ഷേപ്പ് വരയ്ക്കുക. അതാണ് യോക്ക് പീസ്. ഇനി നമ്മൾ സ്ലീവാണ് കട്ട് ചെയ്യുന്നത്. ആ ആം ഹോൾ കർവിൻ്റെ അവിടെ നിന്ന് സ്ലീവ് നമുക്കൊരു 9 മതിയായിരിക്കും. 10 വേണമെങ്കിൽ 10 എടുക്കാം. പിന്നെ 8 + 1 9, അതായത് സ്ലീവ് റൗണ്ടാണ്. ആ 5.5-ൽ നിന്നും തയ്യൽ തുമ്പ് ഉൾപ്പെടെ നമ്മൾ സ്ലീവ് റൗണ്ട് ആക്കി വരയ്ക്കുക. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാം കേട്ടോ. ഒന്നുകൂടി ഞാൻ പറയാം. ഇത് ബാക്ക് നെക്ക്, ഫ്രണ്ട് നെക്ക്, യോക്ക്, ആം ഹോൾ കർവ്. ഇത് 2 ഇഞ്ചിൻ്റെ ബോക്സ് വരച്ചിട്ട് ഒരു കർവ് വരച്ചതാണ്. ഇനി നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കണം. കത്രികയുടെ വാ വലിച്ചു തുറന്ന് കട്ട് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ അടുത്ത വീഡിയോസ് കാണാൻ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് വയ്ക്കുമല്ലോ. ഇത് ബാക്ക് പാർട്ട് കട്ട് ചെയ്തിട്ട് ഒരു പീസ് എടുത്ത് മാറ്റിയിട്ട് വേണം ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാൻ. ബാക്കും ഫ്രണ്ടും നെക്ക് ശ്രദ്ധിക്കേണ്ടി വരും. ഇനി ബാക്കി വേണ്ടാത്ത പീസുകളെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ട് സ്ലീവിനെ സ്ലീവായിട്ട് എടുക്കണം. ഇനി സ്കേർട്ട് പാർട്ടിലെ ആ 2 ഇഞ്ചിൻ്റെ കർവ് ഷേപ്പും കൂടെ കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് സ്റ്റിച്ചിങ് എളുപ്പമാണ്. ഇതിനകത്ത് നമ്മൾ മുകൾ ഭാഗത്ത് യോക്ക് പാർട്ടിൻ്റെ അവിടെ ഹുക്കാണ് വെക്കുന്നത്. ഹുക്കും വയ്ക്കാം, നമുക്ക് സിപ്പും വയ്ക്കാം. ഞാനിവിടെ ഇതിനകത്ത് ഹുക്കാണ് ചെയ്യുന്നത്. അത് സ്റ്റിച്ചിങ് വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ താങ്ക് യു, ബൈ.